നമസ്കാരം. 1984 മുതൽ ശബരിമലയെ ഗ്രസിച്ച ഒരു മാറാരോഗമാണ് യുവതീ പ്രവേശന വിഷയം. ഹിന്ദുക്കൾ പൊതുവെ ഈ വിഷയത്തെ വൈകാരികമായിട്ട് മാത്രം സമീപിക്കുന്ന ഒരു കൂട്ടമാണ്. ആ പ്രശ്നത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനോ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കാനോ ഒന്നും തന്നെ അവർ കൂട്ടാക്കാറില്ല. ഉദാഹരണത്തിന്, ഇപ്പോൾ സുപ്രീം കോടതിയിൽ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്താണ് നടക്കുന്നത് എന്നതിനെപ്പറ്റി ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും തികച്ചും തെറ്റായ വാർത്തകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ചിട്ട് ഏറ്റവും ആധികാരികമായ ഒരു വീഡിയോ ചെയ്തത് ഞാനായിരുന്നു. കഴിഞ്ഞ 18-ാം തീയതിയായിരുന്നു ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അക്കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. എന്നാൽ ശബരിമല യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ടുള്ള നാമജപ ഘോഷയാത്രയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തു എങ്കിലും എൻ്റെ ആ വളരെ പ്രധാനപ്പെട്ട വീഡിയോ കണ്ടത് ഏകദേശം 3000 പേർ മാത്രം ആയിരുന്നു എന്നുള്ളതാണ് കാര്യം. ഇനി അഥവാ ഭാവിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇപ്പോഴുള്ള റിവ്യൂ പെറ്റീഷനെ തള്ളിക്കളയുകയും അന്തിമമായിട്ട് യുവതീ പ്രവേശനം അനുവദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴും ഇതേ ലക്ഷക്കണക്കിന് ആൾക്കാർ വീണ്ടും തെരുവിലിറങ്ങും. അവർ സുപ്രീം കോടതിയെ തെറിവിളിക്കും. വേണ്ടി വന്നാൽ ജയിലിൽ പോകാൻ വരെ അവർ തയ്യാറാകുമെങ്കിലും ഒരിക്കലും ഈ പ്രശ്നം എന്താണെന്ന് പഠിക്കാൻ ഹിന്ദുക്കളായ അവർ ഒരിക്കലും തയ്യാറാകില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ ഈ വീഡിയോയുടെ വിധിയും അതുതന്നെ ആയിരിക്കും എന്നെനിക്ക് അറിയാമെങ്കിലും എൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ് എന്ന് ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ 23-ാം തീയതിയിലെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. സുഹൃത്തുക്കളെ, ഈ എപ്പിസോഡുകളിൽ ഞാൻ ചെയ്യുന്നത് കൂടുതൽ ആൾക്കാർ കാണും എന്ന് കരുതിയിട്ടല്ല. എനിക്ക് ഉള്ള ഏക ആഗ്രഹം എന്ന് പറയുന്നത് ഭാവിയിൽ എന്തെങ്കിലും സുപ്രീം കോടതിയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന റിവ്യൂ പെറ്റീഷനിൽ സുപ്രീം കോടതി ഒരു വിധി പറയുമ്പോൾ ഞാൻ ഇവിടെ പറയുന്ന വിധി തന്നെ ആയിരിക്കണം എന്നെനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എത്ര പേർ കണ്ടാലും ഇല്ലെങ്കിലും, അന്ന് ഞാൻ ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും, ഇതൊക്കെ ഈ യൂട്യൂബിൽ ഒരു രേഖയായി നിലനിൽക്കും. അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഇതിനെക്കുറിച്ചിട്ട്, ഈ വിഷയത്തെക്കുറിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ നടത്തിയിരുന്നു. അത് 16,000-ൽ പുറം ആൾക്കാർ കണ്ടു. അതിൽ ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു, നിങ്ങൾ എല്ലാവരും ഇത് ടേക്കപ്പ് ചെയ്യണം, നിങ്ങൾ എല്ലാ ഹിന്ദുക്കളിലേക്കും എത്തിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. എങ്കിലും എൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടത് 4,500 പേർ മാത്രമായിരുന്നു. എന്നാൽ പന്തളത്ത് ജനലക്ഷങ്ങൾ, കോടികൾ ഒക്കെ അടിഞ്ഞുകൂടി എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം കാണിപ്പുകളിൽ മാത്രം നാം ശ്രദ്ധിച്ചതുകൊണ്ട് ഹിന്ദുക്കൾക്കോ ശബരിമല ക്ഷേത്രത്തിനോ യാതൊരു വിധത്തിലുള്ള ഫലവും ഉണ്ടാക്കാൻ പോകുന്നില്ല. ബേസിക് ആയിട്ട് ഹിന്ദുക്കളും അയ്യപ്പ ഭക്തരും ഒക്കെ പറയേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്താണ് യഥാർത്ഥ ഫാക്ട്സ് എന്നാണ്, വസ്തുതകൾ എന്താണ്. കാരണം നമുക്ക് വിവരമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും. ആരും കണ്ടില്ലെങ്കിലും ഒരാളെങ്കിലും കാണാനുണ്ടെങ്കിലും ഞാൻ ഈ എപ്പിസോഡിന്റെ അവസാനം വരെ പോയിരിക്കും. കാരണം കാലങ്ങൾ കഴിയും. ഈ ശബരിമല കേസിൽ പുതിയ ഒരു വിധി സുപ്രീം കോടതി പറയും. അത് ഞാൻ ഇവിടെ പറയുന്ന വിധി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള സംശയവും ഇല്ല. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൻ്റെ നിയമവശങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ ചെറിയ ഒരു ചരിത്രം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 1902-ൽ അന്നത്തെ ക്ഷേത്രത്തിന് തീപിടിച്ചു. പക്ഷേ വിഗ്രഹത്തിന് കേടുപാടുകൾ ഒന്നും തന്നെ ഉണ്ടായില്ല. തുടർന്ന് 1909-ൽ പുനഃപ്രതിഷ്ഠ നടത്തി. അത് നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ രൂപത്തിലുള്ള വിഗ്രഹം ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ അതിന് ഈ യോഗനിദ്രയോ ചിന്മുദ്രയോ ഉണ്ടായിരുന്നതായി വ്യക്തമായ രേഖകൾ ഒന്നും തന്നെ ഇല്ല. അക്കാലങ്ങളിൽ വളരെ വളരെ അപൂർവമായിട്ടാണെങ്കിൽ പോലും യുവതികൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു എന്നുള്ളതിന് രേഖകളുണ്ട്. 1940-ൽ അന്നത്തെ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, അദ്ദേഹത്തിൻ്റെ 24 വയസ്സ് മാത്രം പ്രായമുള്ള പത്നി കാർത്തിക തിരുനാൾ ലക്ഷ്മിഭായി തമ്പുരാട്ടിയോടൊപ്പം ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിന് വ്യക്തമായ രേഖകൾ ഉണ്ട്. 1950-ലും ക്ഷേത്രത്തിൽ തീപിടുത്തം ഉണ്ടായി. പക്ഷേ അന്ന് വിഗ്രഹം നശിച്ചു പോയിരുന്നു. അതിൻ്റെ പുനഃപ്രതിഷ്ഠ 1951-ൽ നടത്തി. തുടർന്നും യുവതികൾ അപൂർവമായിട്ടാണെങ്കിൽ പോലും ഈ ശബരിമലയിൽ ദർശനം നടത്തിയിരുന്നു. അങ്ങനെ ഇരിക്കെ 1984-ൽ അന്നത്തെ തന്ത്രിക്ക് ഒരു സംശയമുണ്ടായി. അതായത് യുവതികൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് ഭഗവാന് ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ സംശയം. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1985 ഏപ്രിൽ 5 മുതൽ 8 വരെ അവിടെ ഒരു ദേവപ്രശ്നം നടത്തി. ആ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് യുവതികൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഭഗവാന് ഇഷ്ടമല്ല എന്ന് ആയിരുന്നു. എന്നാൽ ആ ദേവപ്രശ്നത്തിന് ശേഷവും 1991 വരെ ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം വിലക്കുന്നതിനുള്ള ഒരു നടപടിയും ഈ തന്ത്രിയോ ദേവസ്വം ബോർഡോ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. മാസപൂജയ്ക്ക് നട തുറക്കുന്ന വേളകളിൽ ഈ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകളെയും അവിടെ ദർശനം നടത്താൻ അനുവദിച്ചിരുന്നു.
അവർ നടത്തുന്ന ഈ പൂജകൾക്കും വഴിപാടുകൾക്കും ഒക്കെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ വക രസീതും നൽകുമായിരുന്നു. എന്നാൽ മണ്ഡലക്കാലം, മകരവിളക്ക്, വിഷു തുടങ്ങിയ അവസരങ്ങളിൽ 10-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളുടെ പ്രവേശനം നിരോധിച്ചിരുന്നു. അക്കാര്യം അറിയിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് വിജ്ഞാപനവും ഇറക്കുമായിരുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1991 മുൻപ് അയ്യപ്പൻ്റെ ഈ വിഗ്രഹം നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ രൂപത്തിൽ ആയിരുന്നെങ്കിൽ പോലും അവിടെ യുവതികൾക്ക് ദർശനം നടത്തുന്നതിന് യാതൊരു വിധത്തിലും ഉള്ള വിലക്കും ഇല്ലായിരുന്നു എന്നാണ്. അങ്ങനെ ഇരിക്കെ 1990 ഓഗസ്റ്റ് മാസം 19-ാം തീയതി അന്നത്തെ ജന്മഭൂമി ദിനപത്രത്തിൽ അന്ന് ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ ആയിരുന്ന ശ്രീമതി ചന്ദ്രിക തൻ്റെ പേരക്കുട്ടിക്ക് ചോറൂണ് നടത്തുന്നതിന് വേണ്ടി യുവതികളോടൊപ്പം ശബരിമലയിൽ ദർശനം നടത്തുന്നതിൻ്റെ ഫോട്ടോയും വാർത്തയും വന്നിരുന്നു. ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ചങ്ങനാശ്ശേരിയിലെ ഒരു മഹേന്ദ്രൻ അന്ന് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് പരിപൂർണന് ഒരു പരാതി അയക്കുന്നു. അതിൽ ഈ ഫോട്ടോയും ഉള്ളടക്കം ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് യുവതികൾ ഇത്തരത്തിൽ ശബരിമലയിൽ ദർശനം നടത്തുന്നത് ആചാര ലംഘനമാണെന്നും അതിനൊരു പരിഹാരം ഹൈക്കോടതി ഇടപെട്ട് നടത്തി തരണം എന്നും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. ജസ്റ്റിസ് പരിപൂർണൻ അതിനെ ഒരു പൊതു താൽപ്പര്യ ഹർജിയായി പരിഗണിക്കുകയും സർക്കാരിനും ദേവസ്വം ബോർഡിനും നേരത്തെ പറഞ്ഞ ശ്രീമതി ചന്ദ്രികയ്ക്കും നോട്ടീസ് അയക്കുകയും ചെയ്തു. സർക്കാർ എന്ന് പറയുന്നത് ഒരു മതേതര സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്നതിന് ധാർമ്മികമായ യാതൊരു അവകാശമോ അധികാരമോ ഒരു സെക്കുലർ സർക്കാരിനും ഇല്ല. അത്തരത്തിൽ ഉള്ള ഒരു നിലപാടാണ് അന്നത്തെ നായനാർ സർക്കാർ സ്വീകരിച്ചത്. ക്ഷേത്രഭരണ കാര്യങ്ങളുടെയും അതിനുവേണ്ട ചട്ടങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെയും പരിപൂർണ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ് എന്നായിരുന്നു സർക്കാർ എടുത്ത നിലപാട്. അതായിരുന്നു 100% ശരിയായ ഒരു കാര്യവും. എന്നാൽ വർഷങ്ങളേറെ കഴിഞ്ഞ് അതേ വിഷയം സുപ്രീം കോടതി മുമ്പാകെ വന്നപ്പോൾ അന്നത്തെ സർക്കാരുകൾ എടുത്ത തീരുമാനം, നിലപാട് എന്തായിരുന്നു എന്ന് നമുക്കേവർക്കും അറിയാമെന്നുള്ളതാണ്. അതിനെക്കുറിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ സംവദിക്കാം. ക്ഷേത്രഭരണം നടത്തുക മാത്രമാണ് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്വമെന്നും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ച കാര്യത്തിൽ അവസാനത്തെ വാക്ക് തന്ത്രിയുടേത് ആണെന്നും യുവതികൾക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് എന്നും 1940 അന്നത്തെ മഹാറാണി ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു എന്നും ഈ യുവതികൾ ക്ഷേത്രത്തിൽ എന്തെങ്കിലും വഴിപാടൊക്കെ നടത്തുന്ന അവസരത്തിൽ അവർക്ക് ദേവസ്വം ബോർഡിൽ നിന്നും രസീത് നൽകാറുണ്ടായിരുന്നു എന്നും ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചു. കൂടാതെ കഴിഞ്ഞ 20 വർഷമായി ക്ഷേത്രത്തിൽ യുവതികൾ പ്രവേശനം നടത്തി വരുന്നു എന്നും എന്നാൽ മണ്ഡലകാലം, മകരവിളക്ക്, വിഷു തുടങ്ങിയ അവസരങ്ങളിൽ 10-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കാറില്ല എന്നും അക്കാര്യം ഒരു വിജ്ഞാപനത്തിലൂടെ ദേവസ്വം ബോർഡ് എല്ലാവരെയും അറിയിക്കാറുണ്ട് എന്നും ദേവസ്വം ബോർഡ് സത്യവാങ്മൂലം നൽകി. കൊല്ലവർഷം 1166 ചിങ്ങമാസം 1-ാം തീയതി താൻ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ ആയിരുന്നു എന്നും യുവതികൾക്ക് എപ്പോഴും ശബരിമലയിൽ പ്രവേശനം നിരോധിച്ചിട്ടില്ല എന്നും മാസപൂജയ്ക്ക് നട തുറക്കുന്ന വേളകളിൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകളെയും അവിടെ പ്രവേശിപ്പിക്കാറുണ്ട് എന്നും അന്നത്തെ കമ്മീഷണർ ആയിരുന്ന ചന്ദ്രിക സത്യവാങ്മൂലം നൽകി. ഇനി തുടർന്ന് മുന്നോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നാം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 26 പറയുന്ന റിലീജിയസ് ഡിനോമിനേഷൻ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ അത് ഈ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ദയവായിട്ട് നിങ്ങളേവരും അത് കാണണം. ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 2 വാക്കുകളാണ് റിലീജിയസ് ഡിനോമിനേഷൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ ഈ യുവതീ പ്രവേശനത്തെ എതിർത്ത എല്ലാ ആൾക്കാരും ഒറ്റക്കെട്ടായി വാദിച്ച ഒരേ ഒരു കാര്യം എന്ന് വേണമെങ്കിൽ പറയാം. അത് ഈ അയ്യപ്പന്മാർ ഒരു റിലീജിയസ് ഡിനോമിനേഷൻ ആണ് എന്നായിരുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 26 കീഴിലാണ് എന്താണ് റിലീജിയസ് ഡിനോമിനേഷൻ എന്നും അവരുടെ പ്രത്യേകമായ അധികാരങ്ങളും അവകാശങ്ങളും എന്താണെന്നും ഒക്കെ പറയുന്നത്. എല്ലാ മതങ്ങളുടെയും അടിയിൽ ചില പ്രത്യേക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കുന്ന സബ് ഗ്രൂപ്പുകൾ ഉണ്ടാകാം. അത്തരത്തിലുള്ള ഈ ഗ്രൂപ്പുകളെ ആണ് റിലീജിയസ് ഡിനോമിനേഷൻ എന്ന് പറയുന്നത്. അവർക്ക് പ്രത്യേകം അവകാശങ്ങളാണ് ഉള്ളത്. അവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആർട്ടിക്കിൾ 26. ആർട്ടിക്കിൾ 26 റിലീജിയസ് ഡിനോമിനേഷന് മാത്രം ബാധകമായ ഒരു ആർട്ടിക്കിളാണ്. അത്തരം ഗ്രൂപ്പുകളുടെ ഒരു പ്രത്യേകത, അവർക്ക് പൊതുവായ വിശ്വാസങ്ങളും സിദ്ധാന്തങ്ങളും കാണും. കൂടാതെ അവർക്ക് പൊതുവായ സഭ, മഠം, ട്രസ്റ്റ് അങ്ങനെയുള്ള ക്രമബദ്ധമായ സംഘടനയും കാണും. ആ മതക്കാരെ മറ്റുള്ള മതങ്ങളിൽ നിന്നും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള പേരും ഉണ്ടായിരിക്കും. മിക്കവാറും എല്ലാ കേസുകളിലും ആ പേര് ആ മതം, ഉപമതം സൃഷ്ടിച്ച ആചാര്യൻ്റെ പേരിൽ ആയിരിക്കും ആ മതം അറിയപ്പെടുക.
അത്തരം ഗ്രൂപ്പുകളെ തിരിച്ചറിയാനുള്ള മറ്റ് പല ഘടകങ്ങളുമുണ്ട്. അതിലൊന്നാണ് ഈ ഗ്രൂപ്പിലെ അംഗങ്ങൾക്കിടയിൽ വളരെ അടുത്ത ഒരു കൂട്ടായ്മയും ഐക്യവും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവരുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പ്രാർത്ഥനാ രീതികൾക്കും ഒക്കെ തന്നെ മറ്റുള്ള മതങ്ങളിൽ നിന്നും വ്യക്തമായ വ്യത്യാസം ഉണ്ടായിരിക്കും. അവർക്കൊരു മതാചാര്യൻ ഉണ്ടായിരിക്കും, അവർക്കൊരു ചരിത്രവും ഉണ്ടായിരിക്കും. കൂടാതെ അവർക്ക് അവരുടെ മതപരമായ കാര്യങ്ങൾ സ്വതന്ത്രമായി ചെയ്യാനുള്ള അവകാശവും അധികാരവും ഉണ്ടായിരിക്കും. അക്കാര്യങ്ങളിൽ ഒന്നും തന്നെ ആർക്കും തന്നെ ഇടപെടുക സാധ്യമല്ല. അവർക്ക് മതസ്ഥാപനങ്ങളും ധർമ്മസ്ഥാപനങ്ങളും സ്ഥാപിക്കാനും അത് ബാഹ്യ ഇടപെടലുകൾ കൂടാതെ സ്വതന്ത്രമായിട്ട് അതിൻ്റെ ഭരണം നിർവഹിക്കാനും ഉള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് സമ്പത്ത് നേടിയെടുക്കുന്നതിനും അതിൻ്റെ ഉടമസ്ഥൻ ആയിരിക്കുന്നതിനും അത് നിയമവിധേയമായി ഭരിക്കുന്നതിനും ഉള്ള അവകാശവും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് റിലീജിയസ് ഡിനോമിനേഷൻ്റെ 1-2 ഉദാഹരണങ്ങൾ കാണാം. ക്രിസ്ത്യൻ മതത്തിനടിയിലുള്ള ഒരു റിലീജിയസ് ഡിനോമിനേഷനാണ് ഫ്രാൻസിക്കാൻ മിഷനറീസ് ഓഫ് മേരി എന്ന് പറയുന്ന സംഘടന, സഭ. അത് സ്ത്രീകൾക്ക് മാത്രം ഉള്ള ഒന്നാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ഒരു സ്ത്രീ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജീവിതകാലത്ത് ഒരു വസ്തുവിൻ്റെയും ഉടമസ്ഥനാകാൻ കഴിയില്ല. അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ പോലും ഉടമസ്ഥൻ അവരുടെ സഭ ആയിരിക്കും. അഥവാ അവർ എന്തെങ്കിലും ജോലി ചെയ്യുകയാണ്, പ്രതിഫലം കിട്ടുന്നു എങ്കിൽ അതും അവർക്കുള്ളതായിരിക്കില്ല, അതും സഭയുടേത് ആയിരിക്കും. അവരുമായി ബന്ധപ്പെട്ട ഒരു കേസ് മദ്രാസിൽ ഉണ്ടായി. അതിലൊരു കന്യാസ്ത്രീ ഒരു ടീച്ചറായിട്ട് ജോലി നോക്കുകയായിരുന്നു. അവർക്ക് ശമ്പളവും കിട്ടുമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് ഇൻകം ടാക്സ് അടയ്ക്കാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെട്ടു. അവർ നേരെ ഹൈക്കോടതിയിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന ഡിനോമിനേഷനിൽപ്പെട്ട വ്യക്തിയാണ്, ഞങ്ങളുടെ ഡിനോമിനേഷൻ്റെ പ്രത്യേകത ഇതാണ്, ഞങ്ങൾക്ക് ആർട്ടിക്കിൾ 26 പരിരക്ഷയും കിട്ടുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈ ഇൻകം ടാക്സ് അടയ്ക്കുന്നതിൽ നിന്നും എക്സംഷൻ വേണമെന്ന് അവർ ആവശ്യപ്പെടുകയും മദ്രാസ് ഹൈക്കോടതി അത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. മറ്റേതെങ്കിലും മതത്തിലെ ഒരു വ്യക്തി ആയിരുന്നു എങ്കിൽ ഈ ഒരു ബെനിഫിറ്റ് ഒരിക്കലും കോടതി തരില്ലായിരുന്നു. ഇതിൽ നിന്നും എന്താണ് ഈ ആർട്ടിക്കിൾ 26 നൽകുന്ന പരിരക്ഷ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. മുസ്ലിം മതത്തിനടിയിൽ വരുന്ന ഒരു റിലീജിയസ് ഡിനോമിനേഷനാണ് ബോറ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സത്യത്തിൽ അവരാണിപ്പോൾ ഈ മുനമ്പം ജനതയെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ ഈ ഡിനോമിനേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ മതപരമായ കാര്യങ്ങളിൽ ഏതെങ്കിലും ബാഹ്യ ശക്തികൾ ഇടപെട്ട് കഴിഞ്ഞാൽ അതവർക്ക് ആത്മഹത്യാപരമാണ്. അവർ നേരത്തെ ഈ വഖഫ് ആയിരുന്നില്ല ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, പകരം അവർ ഉണ്ടാക്കിയത് ട്രസ്റ്റുകൾ ആയിരുന്നു. 1995 വഖഫ് നിയമം നിലവിൽ വന്നപ്പോൾ വഖഫ് ബോർഡിന് അവരുടെ ഈ ട്രസ്റ്റിന് മേലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. അത് അവരെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരം ആയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് പുതിയ വഖഫ് ഭേദഗതി നിയമം വന്നപ്പോൾ അവർ ഈ JPC ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയെ സമീപിക്കുകയും ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തങ്ങൾക്ക് ഈ ആർട്ടിക്കിൾ 26 ആനുകൂല്യം നൽകണം എന്നവർ ആവശ്യപ്പെടുകയും JPC അത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. അതോടുകൂടി മുൻകാല പ്രാബല്യത്തോടു കൂടി തന്നെ ഈ വഖഫ് ബോർഡിന് ഇത്തരത്തിലുള്ള ഈ സൊസൈറ്റിയുടെയും ട്രസ്റ്റിൻ്റെയും ഒന്നും തന്നെ വസ്തുക്കൾ ഏറ്റെടുക്കാൻ കഴിയില്ല. ഈ മുനമ്പൻ ജനത വസ്തു വിലയ്ക്ക് വാങ്ങിയത് ഫറൂഖ് കോളേജിൽ നിന്നും ആയിരുന്നു. ഫറൂഖ് കോളേജ് എന്ന് പറയുന്നത് ഒരു പൊതുധർമ്മ സ്ഥാപനമാണ്, സൊസൈറ്റിയാണ്. 1860 ദ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിനടിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സൊസൈറ്റിയാണത്. അതുകൊണ്ട് തന്നെ ഈ മുൻകാല പ്രാബല്യത്തോടു കൂടി തന്നെ ഈ ഫറൂഖ് കോളേജിൻ്റെ വസ്തുക്കൾ വഖഫ് ആക്ടിൻ്റെ പരിധിക്ക് പുറത്തു പോകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വഖഫ് ബോർഡ് ഉന്നയിച്ചിരിക്കുന്ന ക്ലെയിം, മുനമ്പത്തിന് മേലുള്ള ക്ലെയിം അസാധു ആവുകയും ചെയ്യും. ഹിന്ദുമതത്തിനടിയിലുള്ള ചില റിലീജിയസ് ഡിനോമിനേഷൻസ് ആണ് ശക്തിസം, ശൈവിസം, വൈഷ്ണവിസം എന്നൊക്കെ പറയുന്നത്. അവരുടെ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനാ രീതികളിലും ഒക്കെ തന്നെ ഒരു പ്രകടമായ വ്യത്യാസം മറ്റ് മതങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് അയ്യപ്പന്മാർ ഒരു റിലീജിയസ് ഡിനോമിനേഷൻ ആണോ എന്ന് പരിശോധിക്കാം. അയ്യപ്പന്മാർ മിക്കവാറും എല്ലാവരും തന്നെ ഹിന്ദു മതത്തിനടിയിൽ വരുന്ന ആൾക്കാരാണ്. അതൊരു പ്രത്യേക ഉപമത വിഭാഗം അല്ല. കൂടാതെ ശബരിമലയിൽ ഏത് മതത്തിലുള്ള ആളിന് വേണമെങ്കിലും അവിടെ ദർശനം നടത്താൻ സാധിക്കുന്നതും ആണ്. ഈ അയ്യപ്പന്മാർക്ക് ഈ അയ്യപ്പന്മാർ എന്നൊരു വിളിപ്പേരുണ്ട് എന്നല്ലാതെ അവർക്ക് പൊതുവായ ഒരു സംഘടനയോ അതുപോലെ തന്നെ ഈ അയ്യപ്പന്മാർക്കിടയിൽ പ്രത്യേക രീതിയിലുള്ള എന്തെങ്കിലും കൂട്ടായ്മയോ ഒന്നും തന്നെ ഇല്ല. അവർക്ക് പ്രത്യേകം ഒരു സംഘടനയും ഇല്ല. അവർക്ക് പൊതുവിൽ ഒരു ആത്മീയ ആചാര്യനില്ല. അതുപോലെ തന്നെ
അവർക്ക് അവരുടെ മതപരമായ കാര്യങ്ങൾ സ്വന്തം നിലയ്ക്ക് സ്വതന്ത്രമായി ചെയ്യാനുള്ള അധികാരമോ അവകാശമോ ഇല്ല. കാരണം എന്താണ്? ശബരിമല ക്ഷേത്രം ഭരിക്കുന്നത് തന്നെ ഈ ദേവസ്വം ബോർഡാണ്, അല്ലാതെ അയ്യപ്പന്മാർ അല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ആർട്ടിക്കിൾ 26 യാതൊരു വിധത്തിലും ഉള്ള പരിരക്ഷയും കിട്ടുന്നതും അല്ല. ചുരുക്കി പറഞ്ഞാൽ ദേവസ്വം ബോർഡിനാൽ ഭരിക്കപ്പെടുന്ന ഒരു ക്ഷേത്രത്തിലെയും ഒരു ഭക്തർക്കും തന്നെ ഒരിക്കലും ആർട്ടിക്കിൾ 26 പ്രയോജനം ലഭിക്കാൻ പോകുന്നില്ല. കൂടാതെ അയ്യപ്പന്മാർ എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ്. അവർ വർഷത്തിൽ 41 ദിവസം മാത്രം വ്രതം പിടിച്ചിട്ട് അയ്യപ്പനെ ഉപാസിച്ച് ശബരിമലയിൽ ദർശനം നടത്തുന്നവരാണ്. ആ ദർശനം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പ്രാർത്ഥനാ രീതികളിലും ഒക്കെ തന്നെ വ്യത്യാസങ്ങൾ വരുന്നു. എന്നാൽ ഈ റിലീജിയസ് ഡിനോമിനേഷനിലെ അംഗങ്ങൾ വർഷത്തിൽ ഉടനീളം ഒരേ ആചാരങ്ങളും ഒരേ അനുഷ്ഠാനങ്ങളും ഒരേ പ്രാർത്ഥനാ രീതികളും തുടരുന്ന ആൾക്കാരാണ്. എന്നാൽ 1991 നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അയ്യപ്പന്മാരെ ഒരു റിലീജിയസ് ഡിനോമിനേഷൻ ആയിട്ടാണ് കണക്കാക്കിയത്. ഹൈക്കോടതി അന്നത്തെ ശബരിമല തന്ത്രിയായിരുന്ന കണ്ഠരര് നീലകണ്ഠരരു, അതുപോലെ തന്നെ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ സെക്രട്ടറി KPS നായർ, കൂടാതെ പന്തളം കൊട്ടാരത്തിലെ മെമ്പറായ രവിവർമ്മ രാജ എന്നിവരിൽ നിന്നും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. അവർ പറഞ്ഞത് യൂസേജ്, കസ്റ്റം എന്നിവ പ്രകാരം 10നും 50നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ നിരോധനം ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ സത്യത്തിൽ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല എന്ന് നാം നേരത്തെ കണ്ടു. 1985 ദേവപ്രശ്നത്തിൽ യുവതികൾ ശബരിമലയിൽ പ്രവേശിക്കുന്നത് ഭഗവാന് ഇഷ്ടമല്ല എന്ന് തെളിഞ്ഞതിനു ശേഷം പോലും അവിടുത്തെ തന്ത്രിയോ ദേവസ്വം ബോർഡോ ഈ 10നും 50നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളെ വിലക്കുന്നതിനുള്ള യാതൊരു വിധത്തിലുള്ള നടപടികളും സ്വീകരിച്ചില്ല. കൂടാതെ അന്നത്തെ കേസിൽ നമ്മുടെ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ അന്ന് കമ്മീഷണറായിരുന്ന ചന്ദ്രികയും കൊടുത്ത സത്യവാങ്മൂലം അതൊക്കെ തന്നെ ഈ ഭാവിയിൽ 2018 സുപ്രീം കോടതിയുടെ മുന്നിൽ തെളിവായി വരികയും ചെയ്യും. എന്നാൽ നമ്മുടെ ഹൈക്കോടതി അന്ന് ഈ 3 പേരുടെയും സാക്ഷി വിസ്താരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 10നും 50നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് ഉണ്ടായത്. ഈ വിധിയാണ് നീണ്ട 27 വർഷങ്ങൾക്ക് ശേഷം സുപ്രീം കോടതി മുമ്പാകെ അയ്യപ്പ ഭക്തന്മാർക്ക് ഒരു വിനയായി മാറിയത്. കാരണം വളരെ വീക്കായിരുന്ന ഈ ജഡ്ജ്മെൻറ്റിനെ ഡിഫെൻഡ് ചെയ്യുക അന്ന് അവിടെ യുവതീ പ്രവേശനത്തെ എതിർത്ത കക്ഷികൾക്ക് എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യം ആയിരുന്നില്ല. അദ്ദേഹം തൻ്റെ വിധിയിൽ ഒരു സുപ്രീം കോടതി ഉത്തരവിനെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയം ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലോ ആൻഡ് ഫാക്ട്സ് ഉള്ള വിഷയമാണ് എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊരു സിവിൽ കോടതി പരിഗണിക്കേണ്ട വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ആ കേസ് തീർപ്പാക്കാമായിരുന്നു. ഈ വിഷയം നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 15, 25 എന്നിവയ്ക്കടിയിൽ ഇനി എവിടെ കൊണ്ടുപോയി പരിശോധിച്ചാലും ശരി തന്നെ ഈ 10നും 50നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളെ വിലക്കുന്നത് അത് തുല്യതയ്ക്ക് എതിരാണെന്നും അത് വിവേചനപരമാണെന്നും ആർട്ടിക്കിൾ 25 നൽകുന്ന ആരാധനാ സ്വാതന്ത്ര്യത്തിന് എതിരാണെന്നും മാത്രമേ ഇനി ഏത് കോടതിക്കായാലും പറയാൻ സാധിക്കൂ. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലും സംഭവിച്ചത്. ഒരു സിവിൽ കോടതിയായിരുന്നു എങ്കിൽ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ജുറിസ്റ്റിക് പേഴ്സൻ്റെ അവകാശങ്ങൾ കൂടി കണക്കിലെടുക്കപ്പെടുമായിരുന്നു. അപ്പോൾ ഈ സ്ത്രീ പ്രവേശനത്തെ വളരെ ശക്തിയുക്തം അവിടെ എതിർക്കാനും സാധിക്കുമായിരുന്നു. അവിടെ ഈ അയ്യപ്പനും ഒരു കക്ഷിയായിരുന്നേനെ. എന്നാൽ സുപ്രീം കോടതി മുമ്പാകെ അയ്യപ്പൻ ഒരു കക്ഷി ആയിരുന്നില്ല. കാരണം അത് ആർട്ടിക്കിൾ 32 അടിയിലുള്ള ഒരു റിട്ട് പെറ്റീഷൻ മാത്രമായിരുന്നു. എന്നാൽ ജസ്റ്റിസ് പരിപൂർണൻ അത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ വളരെ ബോധ്യമുള്ള ആളായിരുന്നുവെങ്കിൽ തന്നെയും അദ്ദേഹം ഒരു മുൻധാരണയോടുകൂടി ഫോർമലായിട്ടുള്ള ഒരു റിട്ട് പെറ്റീഷൻ ഇല്ലാതിരിക്കെ തന്നെ ഈ മഹേന്ദ്രൻ്റെ പരാതിയെ ഒരു റിട്ടായി പരിഗണിക്കുകയും 10നും 50നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളുടെ ശബരിമല പ്രവേശനം നിരോധിക്കുകയും ചെയ്തു. ഇവിടെ രസകരമായ ഒരു കാര്യമുണ്ട്. 1985 ശബരിമലയിൽ ദേവപ്രശ്നം ആരംഭിച്ചത് ഏപ്രിൽ മാസം 5-ാം തീയതി ആയിരുന്നു. ഇവിടെ അദ്ദേഹം വിധി പറയാൻ തിരഞ്ഞെടുത്ത ദിവസവും 1991 ഏപ്രിൽ മാസം 5-ാം തീയതി തന്നെ ആയിരുന്നു. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഒരു വെസ്റ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പല നിയമവശത്തിന് എതിരെയും കണ്ണടയ്ക്കുകയാണ് ഉണ്ടായത്. ഫലത്തിൽ ഈ വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് തോളിലിട്ട അവസ്ഥയായി. സിവിൽ കോടതി കേൾക്കേണ്ട ഒരു വിഷയമാണെന്ന് 1991 ഹൈക്കോടതി പ്രഖ്യാപിച്ചിരുന്നു എങ്കിൽ ഭാവിയിൽ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷന് ഈ ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. കാരണം എന്താണ്? ഈ ഹൈക്കോടതിയുടെ വിധി 100% ശരിയായിരുന്നേനെ. എങ്കിൽ പിന്നെ യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്
അവർക്ക് പോകാൻ കഴിയുമായിരുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് പത്തനംതിട്ടയിലെ സിവിൽ കോടതി ആയിരുന്നു. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ യുവതീ പ്രവേശനത്തെ എതിർത്ത കക്ഷികൾ ആരും തന്നെ വേണ്ട രീതിയിൽ, നല്ല രീതിയിൽ അല്ല ആ കേസ് നടത്തിയത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതിനുപരിയായിട്ട് ജസ്റ്റിസ് പരിപൂർണൻ്റെ വീക്കായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ഗതികേടിലും അവർ എത്തിച്ചേർന്നു. കൂടാതെ സുപ്രീം കോടതിക്കും തെറ്റുപറ്റി. അപ്പോൾ ആർക്ക്, എവിടെയാണ്, എന്ത് പിഴവാണ് സംഭവിച്ചത് എന്നും എങ്ങനെയായിരുന്നു ആ കേസ് നടത്തേണ്ടി ഇരുന്നതെന്നും സുപ്രീം കോടതി വരുത്തിയ പിഴവുകൾ എന്തൊക്കെയാണെന്നും നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചത് ജസ്റ്റിസ് പരിപൂർണൻ്റെ ആ തെറ്റായ വിധി ആയിരുന്നു. ആ വിഷയം ഒരിക്കലും തന്നെ ആർട്ടിക്കിൾ 226 കീഴിൽ പരിശോധിക്കാനേ പാടില്ലായിരുന്നു. അവിടെ ഒരു തെളിവെടുപ്പ് നടത്താനും പാടില്ലായിരുന്നു. ഒരു സിവിൽ കോടതി ചെയ്യേണ്ട കാര്യം ആർട്ടിക്കിൾ 226 കീഴിൽ ഹൈക്കോടതി ചെയ്തതാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ഞാൻ ധന്യനായി. എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇതേ വിഷയത്തെ സംബന്ധിച്ച അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.